എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമായി അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദൈവം ചെയ്ത സകല ഉപകാരങ്ങൾക്കും നമ്മൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. അപ്പോൾ ഞങ്ങളുടെ സ്വർഗവാണിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഞങ്ങൾ സ്വാഗതം അറിയിക്കുന്നു. അങ്ങനെ നമ്മുടെ സ്വർഗവാണിയുടെ പുതിയൊരു എപ്പിസോഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്ക് ഫസ്റ്റ് കോളർ ലൈനിലുണ്ട്. നമുക്ക് ആരാന്ന് നോക്കാം. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നേ? കുഞ്ഞമ്മ തോമസ് പത്തനംതിട്ട. കുഞ്ഞമ്മ തോമസ് പത്തനംതിട്ട. ആന്റി ഇതിനു മുമ്പ് വിളിച്ചിട്ടുള്ളതല്ലേ? ആണോ? ആ, ഓക്കെ. എനിക്ക് പേര് നല്ല ഓർമ്മയുണ്ട്. ഇന്ന് ഒരു ചേഞ്ച് ഉണ്ട്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഫെബീനയാണ്. ഫെബീന. അതെ, ഫെബീന. ആന്റി എന്തുകൊണ്ട് പത്തനംതിട്ടയിൽ എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം പ്രത്യേകിച്ചൊന്നുമില്ല, സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ സ്വർഗവാണിയുടെ സ്ഥിരം പ്രേക്ഷകയാണല്ലേ? ഇടയ്ക്ക് വിളിക്കാറുണ്ട്. ഓക്കെ ആന്റി, ഒത്തിരി സന്തോഷം. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിലെ ഞാനും എന്റെ ഹസ്ബൻഡേ ഉള്ളു ഇപ്പം. മക്കളൊക്കെ? മക്കളെ എനിക്ക് 3 ആൺമക്കളാണ്, 3 പേരും വെളിയില. ഓക്കെ. അപ്പൊ ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ ആന്റി. അപ്പം ഞങ്ങളുടെ ഈ പ്രോഗ്രാമിലേക്ക് സ്ഥിരം വിളിക്കുന്നതുകൊണ്ട് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പം മക്കളൊക്കെ വിളിക്കുമ്പോൾ ഞങ്ങളുടെ സ്നേഹാന്വേഷണം അറിയിക്കുക. പറയാം. ഓക്കെ ആന്റി, പാട്ട് പാടാറുണ്ടോ? ചെറുതായിട്ടൊക്കെ. എന്നാ ഞങ്ങൾക്ക് വേണ്ടി 2 വരി പാടി തരാൻ പറ്റുമോ? പറ്റും. ഓക്കെ, എന്നാ പാടിക്കും. എനിക്കായി കരുതുന്നവൻ, പാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നോ ചോദിച്ചില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നോ ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ആന്റി ഒത്തിരി സന്തോഷം ഈ പാട്ട് പാടിയതിൽ. പിന്നെ അങ്കിളൊക്കെ സുഖമായിട്ടിരിക്കുന്നു? അപ്പൊ ആന്റി, ഞങ്ങള് ഈ ആന്റിക്ക് വേണ്ടിട്ട് ഏതെങ്കിലും പാട്ട് പാടിത്തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? നല്ലൊരു പാട്ട് നിങ്ങൾ തന്നെ ഒരു പാട്ട് പഠിക്കും. ആന്റി പാടിയ പാട്ട് വളരെ നല്ലൊരു പാട്ടാണ് ഇല്ലേ? നമ്മുടെ കർത്താവ് എത്ര പരീക്ഷ നമുക്ക് തന്നാലും നമ്മൾ തിരിച്ചു ചോദിക്കേണ്ട ആവശ്യമില്ലല്ലേ? കർത്താവ് നമുക്ക് വേണ്ടി നന്മ മാത്രം ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളല്ലേ ആന്റി? ഓക്കെ ആന്റി, അപ്പൊ വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. ഇനിയും തുടർന്നും വിളിക്കണം കേട്ടോ. അപ്പം പത്തനംതിട്ടയുള്ള എല്ലാവരോടും ഞങ്ങളുടെ സ്നേഹാന്വേഷണം അറിയിച്ചേരെ. ഓക്കെ, ഇനിയും വിളിക്കണം, ഇനിയും സംസാരിക്കണം. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പം പത്തനംതിട്ടയിൽ നിന്ന് കുഞ്ഞമ്മ ജോസഫ് ആന്റിയാണ് വിളിച്ചത്. നമുക്ക് വേണ്ടി നല്ലൊരു പാട്ടൊക്കെ പാടി തന്നു. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്ന ആന്റി ആ പാട്ട് നമുക്ക് വേണ്ടി പാടി തന്നു. ആന്റിക്ക് വേണ്ടി നമ്മളൊരു പാട്ട് പാടണം. അതെ. ഈ പാട്ടിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ RSV രചിച്ച പാട്ടാണ്. അപ്പം നമുക്കറിയാം RSV എന്ന് പറയുന്നത് നമ്മൾ എന്നും പാടുന്ന പാട്ടുകളിലെ 10-ൽ 4 പാട്ടെങ്കിലും RSVയുടെ പാട്ടാണ്. അത്രയും പ്രഗത്ഭനായ ഒരു വ്യക്തിയുടെ പാട്ടാണ്. അപ്പം ആന്റി നമ്മളോടൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ആ പാട്ടൊക്കെ പാടിക്കൊടുത്തിട്ട് തിരിച്ചു വരാം. ഓക്കെ. എന്നെന്നും എന്നെ നിൻ പുത്രനാക്കി നിൻ
അപ്പോൾ ഓക്കെ, നല്ലൊരു പാട്ടായിരുന്നു ഇത്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിംഗറായ ഒരു അഭിഷക്തനായ ഷീലാസ് എന്ന് പറയുന്ന ഒരു ബ്രദറാണ് ഈ ഒരു പാട്ട് എഴുതിയിരിക്കുന്നത്. നല്ല അർത്ഥവത്തായിട്ടുള്ള സിമ്പിളായിട്ടുള്ള വാക്കുകൾ അതിലുള്ളത്. നിൻ മാർവോട് ചേരട്ടെ. ഞാൻ അതിൽ പറയുന്നത്, ഞാൻ അകന്നു പോയാലും എൻ്റെ ദൈവം എന്നെ മുറുകെ പിടിക്കുമെന്നാണ്. നമ്മൾ എത്ര അകന്നാൽ നമ്മൾ ദൈവസന്നിധി വിട്ടു പോയാലും കർത്താവ് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് നമ്മൾ മുട്ടുമടക്കുമ്പോഴേ നമ്മുടെ ദൈവത്തിന് നമ്മുടെ മനസ്സറിയാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ പാട്ട് അറിയാവുന്നവർ ഈ പാട്ടുകളൊക്കെ പാടി നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുക. ഇപ്പോൾ നമ്മളെ വിളിച്ചിട്ടുള്ള നമ്മുടെ കുഞ്ഞമ്മ ആൻറ്റിക്ക് വേണ്ടിയാണ് നമ്മളിത് പാടിയത്. ആൻറ്റിയുടെ ജീവിതത്തിൽ ഇത് ഒത്തിരി ബ്ലെസ്സിങ് ആയി തീരുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു, ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓക്കെ, നമുക്കപ്പം അടുത്ത കോളറിലേക്ക് പോകാം. ഓക്കെ. ഓക്കെ. ഹലോ. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നത്? എന്റെ പേര് കുഞ്ഞുമോൾ ജോയി. കുഞ്ഞുമോൾ ജോയി. സ്ഥലം എവിടാ? തിരുവല്ല. തിരുവല്ല. ഓക്കെ. തിരുവല്ലയിൽ എവിടെയാണ്? തിരുവല്ല ബസ് സ്റ്റാൻഡിന് എടുത്താ. ചേച്ചി വീട്ടിൽ ആരൊക്കെ ഉണ്ട് ആന്റി? വീട്ടില് ഞാനും ഹസ്ബൻഡും ഉള്ളു ഇപ്പം. ഈ രണ്ട് മക്കളാവുള്ള. ഒരാള് UK-ലാണ് ഫാമിലിയായിട്ട്, മോളിവിടെ എറണാകുളത്ത്. പ്രോഗ്രാമുകളൊക്കെ കാണാറുണ്ടോ? കാണാറുണ്ട്. ഓക്കെ ആൻറ്റി, അപ്പോൾ ഒത്തിരി സന്തോഷം ആൻറ്റി വിളിച്ചതിൽ. ആൻറ്റി പാട്ട് പാടാറുണ്ടോ? ഞങ്ങൾക്ക് വേണ്ടി 2 വരി പാടി തരാമോ? പാടാം. ഓക്കെ, അപ്പോൾ പാട്ട് പാടുമെന്ന് ചോദിച്ചപ്പോൾ ഒത്തിരി സന്തോഷം. അപ്പം ആൻറ്റി പാട്ട് പാടുന്ന ആളായിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി 2 വരി പാടി തന്നു. പാട്ട് പാടുന്നത് ഇപ്പം പ്രായമൊക്കെ ആയാലും പാട്ടൊക്കെ അതൊന്നും കുഴപ്പമില്ല ആൻറ്റി. നമ്മൾ പ്രായമാകുമ്പോഴാണ് ഒത്തിരി 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 ദൈവത്തോട് അടുക്കുന്നത്. അപ്പോൾ കർത്താവിന് വേണ്ടി എപ്പോഴും പാടുന്നത് നല്ലതാണ്. യഹോവയെ സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതം എന്നാ. അതെ. അപ്പൊ അതുകൊണ്ട് ദൈവത്തെ എപ്പോഴും പാടി സ്തുതിച്ചുകൊണ്ടൊക്കെ ഇരുന്നാൽ നമ്മുടെ ലൈഫ് ചേഞ്ച് ആവും. ഓക്കെ ആന്റി, എന്നാ പാടിക്കോ. വൈകുമ്പോൾ വാടും വയൽ പോലും സോലമാനേക്കാൾ സുന്ദരമാ സൃഷ്ടിച്ച ദൈവം കൂടെയുള്ളപ്പോൾ വൈകല്യമൊന്നും സാരമില്ല, വയ്യായ്മകളും സാരമില്ല. ഓക്കെ ആന്റി. ആന്റി നല്ല മനോഹരമായിട്ട് തന്നെ പാടിയല്ലോ. നല്ല സൂപ്പർ വോയിസ് ആട്ടോ. അതെ. ഓക്കെ ആന്റി, ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ആ പാട്ടിന്റെ വരികൾ, എനിക്ക് ആ പാട്ട് അത്ര അറിയത്തില്ല എങ്കിൽ തന്നെ ആ പാട്ടിന്റെ വരികൾ എന്നെ ഒത്തിരി സ്പർശിച്ചു കേട്ടോ. നമ്മുടെ കർത്താവിന്റെ മുഖം കണ്ടു കഴിയുമ്പോൾ നമ്മുടെ വൈകല്യവും ഭാരവും പ്രയാസവും ഒന്നും നമുക്ക് സാരമില്ല എന്നല്ലേ? ഒരു ഡിസേബിൾ ആയിട്ടുള്ളൊരു കുട്ടി പാടിയ പാട്ടാ, ഒരു കൊച്ചു പയ്യൻ. അപ്പൊ അവന്റെ കാലെല്ലാം കൈയും കാലും എല്ലാം ഇങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയില്ല. അപ്പൊ അതൊന്നും ഓർക്കാതെ അത് മറന്നിട്ട് വൈകല്യമൊന്നും വൈകല്യമുള്ള കുട്ടിയാ, എന്നാലും അതെല്ലാം മറന്നിട്ട് അവൻ പാടി. അതെന്നെ ഒത്തിരി ഹേർട്ട് ചെയ്ത് എന്നെ മനസ്സിൽ അന്ന് ആ പാട്ട് പഠിച്ചതാ. ഓക്കെ ആന്റി, അപ്പം നമ്മൾ ഓർക്കണം, നമ്മുടെ നിത്യതയ്ക്ക് വേണ്ടിയാ നമ്മൾ ഇത്രയും നാൾ ഈ ഭൂമിയിൽ പാടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നതില്ലേ. അപ്പോൾ ആ കുഞ്ഞു നമ്മളെല്ലാവരും സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ കർത്താവിൻ്റെ മുഖം കാണുമ്പോൾ നമ്മുടെ തേജസ്കരിക്കപ്പെട്ട ആ കർത്താവിനെ കാണുമ്പോഴേ നമ്മളുടെ വൈകല്യവും നമ്മളുടെ എല്ലാ ഭാരവും പ്രയാസവും ഒക്കെ മാറും. അതിനുവേണ്ടി നിത്യതയ്ക്കായിട്ട് വേണ്ടി നമ്മൾ പ്രയത്നിക്കാം കേട്ടോ. കർത്താവിന്റെ മുഖം നമുക്ക് കാണണം, ആ മാർവോട് നമുക്ക് ചേരണം. ഓക്കെ ആന്റി, അപ്പൊ ഒത്തിരി സന്തോഷം. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഞങ്ങളുടെ സ്നേഹാന്വേഷണം അറിയിക്കുക. ഓക്കെ, ഇനി സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങളെ വിളിക്കണം കേട്ടോ. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കും. അപ്പം തിരുവല്ലയിൽ നിന്ന് നമ്മുടെ കുഞ്ഞുമോൾ ജോയി ആന്റിയാണ് വിളിച്ചത്. വളരെ മനോഹരമായിട്ട് സ്വീറ്റ് വോയിസിൽ പാടി കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ല ഒരു വോയിസ് ആയിട്ട് തന്നെ തോന്നി. നല്ല സ്വരമാധുര്യത്തോടെ പാടി, ഭാവശുദ്ധിയോടെ. അതന്നെ ആന്റി, ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആ പാട്ട് പാടിയത് തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ലതായിട്ട് ഫീൽ ചെയ്തത് പാടിയപ്പോൾ. കാരണം ദൈവം അത്രയും നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ആന്റിക്ക് വേണ്ടി നമുക്കൊരു പാട്ട് പാടാം. ഓക്കെ. വാഹി
ശേലപ്പാറയുടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പാട്ടാണ് നമ്മൾ പാടിയത്. കണ്ണിൻ മണി പോലെ. ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകളിൽ ഒന്നാണിത്. അതെ അതെ, അദ്ദേഹത്തിന്റെ ഒരുപാട് പാട്ടുകളിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹം എഴുതിയ മിക്ക പാട്ടുകളും നമ്മൾ പാടുന്ന പാട്ടുകളാണ്. അതെ, ആരാധന ആരാധന, എൻ പ്രേമഗീതമാ, ആ പാട്ടുകളെല്ലാം. കാരണം ഇതിന്റെ വരികള് അത് വെച്ചാൽ നമ്മളെ അതിലോട്ട് ആഴത്തിൽ നമ്മൾ അതിലോട്ട് ഇറങ്ങി ചെല്ലുന്ന വരികളാണ് കൂടുതലും അല്ലേ. പക്ഷെ എന്താ സിമ്പിളായിട്ട് ചെയ്ത് വെച്ചേക്ക, ഒരു സാധാരണക്കാരനും മനസ്സിലാവുന്ന ആ വരികൾ ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കാമെങ്കിൽ ഭയങ്കര ഡെപ്ത് ഉള്ള വരികൾ. ഹൃത്തിൽ എന്നെ വഹിച്ചതിനാൽ, അങ്ങനെയൊക്കെ ഭയങ്കര ഒന്ന് കാവ്യാത്മകവുമാണ്, അതിനോടൊപ്പം തന്നെ ഒത്തിരി ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള വരികളാണ്. അപ്പൊ നമ്മൾ തിരുവല്ലയിൽ നിന്ന് വിളിച്ച നമ്മുടെ കുഞ്ഞുമോൾ ആന്റിക്ക് വേണ്ടിയാണ് നമ്മളിത് പാടിയത്. അപ്പൊ അവരെ ഒത്തിരി ദൈവം അനുഗ്രഹിക്കട്ടെ. ആന്റിയുടെ പാട്ടുകളൊക്കെ ഇനിയും വരുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എനിക്ക് കുഞ്ഞുമോൾ ആന്റിയോട് പറയാനുള്ളത്, ഒരു പാട്ടുകാരി എന്ന രീതിയിൽ ഇനിയും വീട്ടിൽ ഒതുങ്ങിയിരിക്കരുത്, പ്രായം നോക്കി ഒതുങ്ങിയിരിക്കരുത്. കർത്താവിന് വേണ്ടിയിട്ട് ഒത്തിരി പ്രയോജനപ്പെടാൻ ആ പാട്ടുകളൊക്കെ ഒരുപാട് പേർക്ക് അനുഗ്രഹമായി തീരട്ടെ. അതെ അതെ, പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് കോളർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമുക്കപ്പോൾ അതിലേക്ക് പോകാം. ഓക്കെ. ഹലോ ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നേ? എന്റെ പേര് മോളി എന്നാണ്. മോളി ചേച്ചി, സ്ഥലം എവിടാ? ഇത് ട്രിവാൻഡ്രം. ഓക്കെ ചേച്ചി, ഞങ്ങളുടെ സ്വർഗവാണി പ്രോഗ്രാം കാണാറുണ്ടോ? എന്നും കാണും. ഒത്തിരി സന്തോഷം, എന്നും കാണുന്നതിന് ഒത്തിരി സന്തോഷം. എന്നും ആ സമയമാകുമ്പോൾ നമ്മുടെ അച്ചായൻ, അതായത് എന്റെ ഹസ്ബൻഡ്, അയ്യോ വൈ ഞാൻ മറന്നു പോയാലും ഇതൊക്കെ പറയാ എട്ടരയാകുന്നുണ്ടേ വെക്കും. ഓക്കെ ആന്റി, അത് കേട്ടപ്പോ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. ചേച്ചി, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് ഞാനും ഹസ്ബൻഡും ഉണ്ട്, മോനെ, ഭാര്യ, കൊച്ച്. ഓക്കെ, അപ്പൊ എല്ലാരും സന്തോഷമായിട്ടിരിക്കുന്നോ? ആ, സന്തോഷമായിട്ടിരിക്കുന്നു. ഓക്കെ ആന്റി, എല്ലാരും ഞങ്ങളുടെ അന്വേഷണം അറിയിക്കണം കേട്ടോ. ഓ, തീർച്ചയായിട്ടും. വളരെ സന്തോഷമാണ് ഈ പാട്ട് കേൾക്കുന്ന. പഴയ ആൾക്കാരാണ്, പ്രായമുള്ളവരാണ്. പണ്ട് വിളിച്ചിട്ടുണ്ട്. ഓക്കെ ആന്റി, ഓക്കെ, വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ടിട്ട് ഒരു പാട്ട് പാടാമോ? പാട്ട്, പഴയ പാട്ട് വല്ല ഇച്ചിരി മുളിയാ മതിയോ? തയ്യാറെടുപ്പിലല്ല. ധൈര്യമായിട്ട് പാടിക്കും. ഇരുകാരങ്ങൾ തരുന്ന നല്ല ശിക്ഷയിൽ ഞാൻ പതറുകില്ല. മക്കളെങ്കിൽ ശാസനകൾ സ്നേഹത്തിൻ പ്രകാശനങ്ങൾ. മക്കളെങ്കിൽ ശാസനകൾ സ്നേഹത്തിൻ പ്രകാശനങ്ങൾ. തന്നോയിരേ പാപികൾക്കായി തന്നവനാം നീയും തള്ളിടുമോ എന്നെ? തീരുമോ നിൻ സ്നേഹമെന്നിൽ? ഓക്കെ ആന്റി, ഒത്തിരി സന്തോഷം ആന്റി പാട്ട് പാടി തന്നത്. ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കണേ. ഓ, ഞങ്ങൾ പ്രാർത്ഥിക്കാം, തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ. ഇതാരാ സംസാരിക്കുന്നത്? ഞങ്ങൾ എബി, ഫേബ ഇല്ല, ഇന്ന് ഫെബീനയാണുള്ളത്. ഞാൻ ഇതൊക്കെ കാണാറുള്ളതല്ലേ, എന്നും കാണാറുള്ള മോനെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓക്കെ ആന്റി, ഒത്തിരി സന്തോഷം. അപ്പൊ തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം കേട്ടോ. തീർച്ചയായിട്ടും. ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ, ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അതെ അതെ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അതെ ആന്റി, നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതെ അതെ, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ കാര്യങ്ങൾ മുൻപേ അങ്ങ് നടത്തിക്കോളും. അതെ അതെ ആന്റി. ഓക്കെ ആന്റി, ഒത്തിരി സന്തോഷം. വിളിച്ച് ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കേട്ടോ. എല്ലാരും ഞങ്ങളുടെ സ്നേഹാന്വേഷണം അറിയിച്ചേരെ. ഓക്കെ ഓക്കെ, അറിയാം തീർച്ചയായിട്ടും. അപ്പൊ ആന്റിക്ക് വേണ്ടി ഞങ്ങൾ മനോഹരമായിട്ടൊരു പാട്ട് പാടാം. ഓക്കെ ഓക്കെ, താങ്ക് യു.
അപ്പോൾ തിരുവനന്തപുരത്ത് നമ്മളെ മോളി ആൻറ്റിയാണ് വിളിച്ചത്. അതെ, മോളി ആൻറ്റി ഭയങ്കര നന്നായിട്ടൊക്കെ സംസാരിച്ചു. ആൻറ്റി സ്ഥിരം പ്രേക്ഷകയാണ് ഇതിന്റെ. അവർ ആ ടൈം ആകുമ്പോൾ വെക്കൂന്ന് പറഞ്ഞു. അത് നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. ആ ടൈം നോക്കിയിരിക്കാന്ന് പറയുമ്പോൾ നിർബന്ധിക്കും. അതെ, അത് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ആൻറ്റിക്ക് വേണ്ടി ഞങ്ങളൊരു മനോഹരമായിട്ട് ഉള്ളൊരു പാട്ട് പാടാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഓക്കെ. അപ്പം തിരുവനന്തപുരത്തുള്ള നമ്മുടെ മോളി ആൻറ്റിക്ക് വേണ്ടിയിട്ട് വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു പാട്ടാണ് പാടിയത്. അതെ, എന്നെ കരുതും എന്നെ പുലർത്തും എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിയും. പിന്നെ ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. നമുക്ക് ആശ്രയിപ്പാൻ നമ്മുടെ സർവശക്തൻ മാത്രമേ ഉള്ളൂ. വചനത്തിൽ ഇപ്രകാരം പറയുന്നു, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്നതാണെന്ന്. മനുഷ്യനിൽ ആശ്രയിക്കുമ്പോൾ നമുക്ക് വിഷമകരമായ അവസ്ഥകളൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേങ്കിൽ നമ്മുടെ ദൈവത്തിൽ ആശ്രയിച്ചാലുണ്ടല്ലോ, നമ്മൾ അവൻ്റെ പാദപിടുത്തെങ്കിൽ മുട്ടുമടക്കി കഴിഞ്ഞാൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് ഇറങ്ങി വരുന്ന ദൈവം. നമ്മുടെ റൂമിൽ നമ്മൾ എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവത്തെ നമുക്ക് മുറുകെ പിടിക്കാം. ഓക്കെ, അപ്പം നെക്സ്റ്റ് കോളർ വെയിറ്റിങ്ങിലാണ്. നമുക്ക് നെക്സ്റ്റ് കോളിലേക്ക് പോകാം. ഓക്കെ. ഹലോ, ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നത്? കമലം. കമലം, ഓ നല്ല പേരാണല്ലോ കമലം. കമലം ആൻറ്റി എവിടുന്നാ സംസാരിക്കുന്നേ? വട്ടപ്പാറ. ഓക്കെ ആൻറ്റി, ദൈവം അനുഗ്രഹിക്കട്ടെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് ഞാൻ മാത്രമേ ഉള്ളൂ മക്കളെ. ചേട്ടൻ വെളിയിൽ പോയി. ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. മക്കൾക്ക് കല്ലയും കുടപ്പനക്കുന്നു. ആന്റി, ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. മക്കളെയൊക്കെ തിരക്കിന്ന് പറയണം കേട്ടോ. ആന്റിയുടെ ആ സംസാരം കേട്ടപ്പോഴേ ഒത്തിരി സന്തോഷമായി. ഞങ്ങളെ മക്കളെ എന്ന് വിളിക്കും, മോനെ എന്നും മക്കളെ എന്നൊക്കെ വിളിക്കുമ്പോ ഒത്തിരി സന്തോഷമുണ്ട് ആന്റി കേട്ടോ. ഓക്കെ, എന്താ ആന്റി, ആന്റിക്ക് വല്ല പ്രാർത്ഥന വിഷയങ്ങളൊക്കെ ഉണ്ടോ? മക്കളെ അങ്ങനെ എനിക്ക് കാല് സുഖമില്ലാത്ത ഞാനാണ് മക്കളെ. കാല് മുട്ടുവേദനയായിരുന്നു. പിന്നെ കൊറോണ പിടിച്ച് പിന്നെ ഒരു കാല് പിന്നെ മുട്ട് മടക്കി നടക്കാതെ ആയി. പിന്നെ ആ കാലിന് മറ്റേ കാലിന് വെയിറ്റ് കൊടുത്ത് രണ്ട് കാലും അങ്ങനെ മുട്ട് മടക്കി അങ്ങനെ പെട്ടെന്ന് നടക്കാം. അങ്ങനെ പതിയെ നടക്കേണ്ട കാര്യങ്ങളൊക്കെ നടക്കാം. ഓക്കെ ആന്റി, അതൊന്നും സാരമാക്കണ്ട. നമ്മുടെ കർത്താവ് പറഞ്ഞേക്കുന്ന എന്തുവാ? ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്നല്ലേ?
അതെ ആ മിസ്സേ. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു എന്നാണ്. അപ്പൊ ആന്റി ഒന്നുകൊണ്ടും ഭാരപ്പെടേണ്ട. ആന്റിയുടെ കൂടെ ദൈവമുണ്ട്. മക്കളെയൊക്കെ ദൈവം ഒത്തിരി അനുഗ്രഹിക്കും കേട്ടോ. അത് തന്നെയല്ല, അവൻ സകല രോഗങ്ങൾക്കും വൈദ്യൻ എന്നാണ് ബൈബിൾ. അതെ, അവൻ സകല രോഗങ്ങളെ സൗഖ്യമാക്കും. ആ. അപ്പൊ കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി, ആന്റിയുടെ രോഗങ്ങളൊക്കെ ദൈവം സൗഖ്യമാക്കും കേട്ടോ. ആ മോനെ. ഒത്തിരി സന്തോഷമുണ്ട് ആന്റി. ആന്റിയുടെ ആ മനസ്സ് വിഷമിച്ചാ സംസാരിക്കുന്നതെന്ന് മനസ്സിലായി. ഓക്കെ ആന്റി, ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ. രോഗങ്ങളും പ്രതികൂലത്തിൽ നിന്നൊക്കെ ദൈവം വിടുവിക്കും കേട്ടോ. ആ മിസ്സേ. ഓക്കെ, ആന്റിക്ക് വേണ്ടി ഞങ്ങളൊരു പാട്ട് പാടി തരട്ടെ? ആ ആ ആന്റിക്ക് പാടാൻ അറിയാമോ? പാടും പാടാനൊക്കെ അറിയാം. ഓക്കെ, എന്നാ ഞങ്ങൾക്ക് വേണ്ടി രണ്ടുപേര് പാടാവോ ഒന്ന്? ആ പാടാൻ മോനെ. ഓക്കെ, പാടിക്കോ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനും കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ. എന്റെ മഹത്വം കാണുക നീ, എന്നെ നിന്റെ കയ്യിൽ സമർപ്പിക്കുക. എന്റെ കരത്താൽ നിന്നെ നടത്തി എന്നും നടത്തിയിടും ധരയിൽ. അപ്പൊ ഓക്കെ ആന്റി, നല്ല പാട്ടായിരുന്നല്ലോ. ആന്റി, ഈ പാട്ടൊക്കെ പാടുമ്പോ നമ്മൾ സന്തോഷത്തോടെ പാടാവും കേട്ടോ. ആ പാട്ടിന്റെ അർത്ഥം കേട്ടില്ലയോ? നമ്മള് വിഷമിച്ച് പാടേണ്ട ആവശ്യമില്ല. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നത് എന്തിനു നീന്നാ. ഓക്കെ, അപ്പൊ ആന്റി എപ്പോഴും സന്തോഷത്തോടു കൂടെ എന്റെ കർത്താവ് എന്റെ കൂടെ ഉണ്ട് എന്ന് വിചാരിച്ച ആന്റി പാട് കേട്ടോ. എല്ലാ വിഷമങ്ങളും ദൈവം മാറ്റി തരും. ഓക്കെ ആന്റി, ആന്റി സന്തോഷമായിട്ടിരിക്കുക. എല്ലാരും തിരക്കിന്ന് പറഞ്ഞേക്ക്. അപ്പൊ ഇനി ഞങ്ങളുടെ പ്രോഗ്രാമിലേക്ക് വിളിക്കണം. ഒത്തിരി നന്ദി ആന്റി. ഓക്കെ, താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പം തിരുവനന്തപുരത്ത് നമ്മുടെ വട്ടപ്പാറയിൽ നിന്ന് വിളിച്ച നമ്മുടെ കമല ആന്റിയാണ് വിളിച്ചത്. ഒത്തിരി എന്തൊക്കെയോ വിഷമങ്ങളോടാണ് വിളിച്ചത്. ആന്റി കാലിന് ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം. അതെ. അപ്പോൾ എന്തായാലും നല്ലൊരു പാട്ട് നമുക്ക് വേണ്ടി പാടി തന്നു. അതെ, പിന്നെ നമ്മുടെ പ്രോഗ്രാമുകളൊക്കെ സ്ഥിരം കാണാറുണ്ടെന്നൊക്കെ അറിഞ്ഞു. അപ്പോൾ ഒത്തിരി സന്തോഷം. ആ കുടുംബത്തെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാ രോഗത്തിനും വൈദ്യനായ യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളാൽ ആ പ്രിയപ്പെട്ട ആന്റിക്ക് എല്ലാ സൗഖ്യങ്ങളും ഉണ്ടാകട്ടെ, എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. ആ കണ്ണുനീരൊക്കെ മാറട്ടെ, വേദനകളൊക്കെ മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ടൈം കഴിയാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആന്റിയെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. വചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല, എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയുമെന്ന് വചനത്തിൽ പറയുന്നുണ്ട്. കാരണം നമ്മൾ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ട. ദൈവം നമുക്ക് കരുതുന്നത് ആരും അറിയത്തില്ല. ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന ആ വൻ കാര്യങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അപ്പം നമുക്ക് ആ പാട്ടിലൂടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഓക്കെ, ആ ആന്റിക്കും അതൊരു അനുഗ്രഹവും ആശ്വാസവുമായി തീരട്ടെ. ഓക്കെ. ജീവമന്ന തന്നവൻ
അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്വർഗവാണി പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. അപ്പം ഇന്ന് നമ്മളെ ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ടവർ വിളിച്ചു. ഒത്തിരി പേരുടെ വിഷമങ്ങൾ, പ്രാർത്ഥനകളൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ വിളിച്ച എല്ലാ കോളേഴ്സിനും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. അപ്പോൾ സ്വർഗവാണിയുടെ അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ, ധാരാളമായി കാത്തു സൂക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ ഇന്നത്തെ സ്വർഗവാണി പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി.